ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. നല്ല ബിസി ആയിട്ട് പോകുന്നു, ജോലിയും വീട്ടുകാര്യങ്ങളൊക്കെ ആയിട്ട്. ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ തന്നെയാണ്. പക്ഷേ ഇന്നത്തെ മെയിൻ പോയിൻ്റ് എന്ന് പറയുന്നത് അതല്ല. നമ്മുടെ 2025 നമ്മുടെ ഇയർ ആക്കാനുള്ള കുറച്ച് ടിപ്സൊക്കെ ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിരിക്കുന്നത്. ഈ 2024 തീരാൻ ഇനി എത്ര ദിവസമുണ്ട്? വളരെ കുറച്ച് ദിവസങ്ങളും കൂടിയല്ലേ ബാക്കിയുള്ളൂ. അപ്പം ഈ ഒരു ടൈം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും നല്ല മോട്ടിവേറ്റഡ് ആയിട്ട് പുതിയ കാര്യങ്ങളെ ഉൾക്കൊള്ളാൻ വേണ്ടി റെഡി ആയിട്ടൊക്കെ നിൽക്കുന്ന ഒരു മൈൻഡോട് കൂടിയാണ് എല്ലാവർക്കും ഉള്ളത് അല്ലേ. പോയതൊക്കെ പോട്ടെ, അല്ലെങ്കിൽ ഈ വർഷം കിട്ടിയതിനൊക്കെ താങ്ക്ഫുള്ളായിട്ടും അതുപോലെ നമുക്ക് പറ്റിയ മിസ്റ്റേക്സൊക്കെ നമ്മൾ മറന്നു കളഞ്ഞും അതിൽ നിന്ന് പുതിയ പാഠങ്ങൾ ഉൾക്കൊണ്ട് പുതിയ വർഷത്തിന് വരവേൽക്കാൻ റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് 2025 എങ്ങനെ അടിപൊളി ഇയറാക്കി മാറ്റാം എന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ്. അതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന 5 കാര്യങ്ങളാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് ആ 5 കാര്യങ്ങളിലോട്ട് പോവാം. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് റിഫ്ലക്റ്റ് ഓൺ 2024. എപ്പോഴും നമ്മൾ ഒരു പുതിയ വർഷം തുടങ്ങുമ്പോൾ തൊട്ട് മുന്നേ കഴിഞ്ഞു പോയ കാര്യങ്ങൾ നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യണം. ഒരു പുതിയ മാസം തുടങ്ങുമ്പോൾ തൊട്ട് മുന്നത്തെ മാസം പ്ലാനറിലൊക്കെ നമ്മൾ തൊട്ട് മുന്നത്തെ മാസം നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യും. കഴിഞ്ഞ മാസത്തിൽ ഉണ്ടായ കാര്യങ്ങൾ, അപ്പോൾ ഈ മാസം വരുത്തേണ്ട മാറ്റങ്ങൾ. അതേപോലെ തന്നെ നമ്മളൊരു പുതിയ വർഷം തുടങ്ങുമ്പോൾ ഓരോരോ മേഖലകളിൽ നമ്മളുടെ ഫിസിക്കൽ, ഇമോഷണൽ, വർക്ക് വൈസും എല്ലാത്തിൻ്റെയും കാര്യങ്ങളിലുള്ള നമ്മളുടെ ഗോൾസ് എന്തായിരുന്നു, അതിനനുസരിച്ച് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയോ, പിന്നെ നമ്മൾ ചെയ്ത ഗുഡ് തിങ്സ് എന്തൊക്കെയാണ്, ബാഡ് തിങ്സ് എന്തൊക്കെയാണ്, മിസ്റ്റേക്സ് എന്തൊക്കെയാണ്, ഇതെല്ലാം നമുക്ക് ഒന്ന് അനലൈസ് ചെയ്യാൻ കിട്ടുന്നൊരു ടൈമാണ്. ഈ റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു ടൈമാണ്. കുറച്ച് ഡിഫിക്കൽട്ടാണ്, പല കാര്യങ്ങളും നമ്മൾ മറന്നു പോയിട്ടുണ്ടാവും. എന്നാലും കുറച്ച് പോയിൻറ്റ്സൊക്കെ എഴുതി വെച്ചതിന് ശേഷം അതൊന്ന് ഇവാലുവേറ്റ് ചെയ്തിട്ട് ഒന്നൊരു ജേർണൽ പോലെ ഒരു 2 പേജ് അതിനെപ്പറ്റി എഴുതുക. അല്ലെങ്കിൽ ഓരോ പോയിൻറ്റ്സിന് അഗെയിൻസ്റ്റായിട്ട് നമ്മളെങ്ങനെ പോയി, നെക്സ്റ്റ് ഇയർ നമ്മളിതെങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള കാര്യം ഒന്ന് എഴുതി വയ്ക്കുക. ഇങ്ങനെ ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് 2025 എങ്ങനെ ആവണം എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്കൊരു ഐഡിയ കിട്ടും. പല കാര്യങ്ങളുണ്ടല്ലോ, നമ്മുടെ എക്സസൈസ്, സെൽഫ് കെയർ, പിന്നെ നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ്, പിന്നെ നമ്മുടെ വർക്ക് ലൈഫ് ബാലൻസ്, പാരൻറ്റിങ്, പിന്നെന്താണ് നമ്മുടെ സോഷ്യൽ ഇൻട്രാക്ഷൻസ്, അതായത് നമ്മൾ ഫ്രണ്ട്സിനെയും ഫാമിലീനെയും ആയി കണക്ട് ചെയ്യുന്നത്, നമ്മുടെ ബഡ്ജറ്റിങ്, പ്ലാനിങ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മളുടെ പ്രയോറിറ്റീസ് അനുസരിച്ച് ആസ് എ പേഴ്സൺ നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് പ്രയോറിറ്റീസ് ഉള്ളത് അതനുസരിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സിൻ്റെ അഗെയിൻസ്റ്റായിട്ട് 2024 എങ്ങനെ പോയി എന്നുള്ള കാര്യം റിഫ്ലക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇനിയത്തെ വളരെ കോമൺ ആൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് കേട്ടോ, അതായത് ഡീക്ലട്ടറിങ് ചെയ്യുക. 2025 തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് മാക്സിമം പറ്റാവുന്ന ക്ലട്ടേഴ്സ്, അതായത് നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ, ഉപയോഗശൂന്യമായത് മാത്രമല്ല നമ്മുടെ കയ്യിൽ എക്സ്ട്രാ ഉള്ള ഐറ്റംസ് എല്ലാം തന്നെ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇത് നമ്മുടെ ലിവിങ് സ്പേസ് ആണെങ്കിലും, ഇപ്പം ഡിജിറ്റൽ സ്പേസ് ആണെങ്കിലും, ഇനി അതുപോലെ തന്നെ നമ്മളുടെ മെൻ്റൽ കാര്യങ്ങളിലും ഒരു ഡീക്ലട്ടറിങ് ചെയ്താൽ നന്നായിരിക്കും. അതായത് നമ്മുടെ മനസ്സിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒഴിവാക്കി കളഞ്ഞ് നമ്മുടെ മനസ്സിനെയും കൂടി ഒന്ന് ഫ്രഷ് ആക്കിയിട്ട് ഒരു ഫ്രഷ് ബിഗിനിങ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. ഡീക്ലട്ടറിങ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഓരോ സ്പേസും ഓർഗനൈസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. കുറേയും കൂടി എന്താ പറയുക, വൃത്തിയുള്ള ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു സ്പേസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ കുറച്ചൊരു എഫേർട്ട് ഇടുക ഡീക്ലട്ടറിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. പലപ്പോഴും ഒത്തിരി ബിസി ആയിട്ട് പോകുന്നൊരു ലൈഫാണ് നമ്മുടെ. എസ്പെഷ്യലി നമ്മൾ ജോലിക്ക് പോകുന്നവരൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ ഉള്ള സമയം, ജോലിക്കുള്ള സമയം, അങ്ങനെ തിരക്ക് പിടിച്ചൊരവസ്ഥയായിരിക്കും. പിന്നെ നമുക്ക് ഓരോരോ കാര്യങ്ങൾ വരുമ്പോൾ അതുകൂടി കുട്ടികളുടെ കാര്യങ്ങൾ ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് വെൽ പാക്ഡ് ആയിട്ടുള്ളൊരു ഡേ സ്കെഡ്യൂളായിരിക്കും നമ്മുടെ. ഇതിൻ്റെ ഇടയിൽ പലപ്പോഴും റിലാക്സ് ചെയ്യാനും റിഫ്ലക്റ്റ് ചെയ്യാനും ഒക്കെയുള്ള സമയം പ്രാക്ടിക്കലി കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലപ്പോഴും നമുക്ക് സംശയമാണ്. പിന്നെ സമയം എന്ന് പറയുന്നത് നമുക്ക് വെറുതെ അങ്ങ് കിട്ടില്ല, നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് സമയം അല്ലേ. അപ്പോൾ സെൽഫ് കെയർ ചെയ്യാൻ സമയമുണ്ടോ, എനിക്ക് ഇതിനൊന്നും സമയമില്ല എന്ന് പറയുമ്പോൾ ആ സമയം നമ്മളെപ്പോഴും ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുക.
അപ്പം അങ്ങനെ ഒരു സമയം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ബിഫോർ 2025 നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുക. നമ്മളുമായിട്ടൊരു സെൽഫ് കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ. എനിക്കെന്താണ് വേണ്ടത്, ഞാൻ എന്താണ്, എന്നെ ഹാപ്പി ആക്കുന്നത് എന്താണ്, ഈ കാര്യങ്ങളെല്ലാം ഒന്ന് അറിഞ്ഞ് നമുക്ക് വേണ്ടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മുടെ ഓവറോൾ വെൽബീയിങ്ങിന് വളരെയധികം ചേഞ്ച് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണത്. ഒരു ബെറ്റർ 2025 വേണ്ടിയാണ് പറ്റിയാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി അങ്ങനെ ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഇഷ്ടം പോലെ ഗോൾസ് ഉണ്ടാവും നമ്മുടെ പല ഏരിയാസിലും. അപ്പോൾ ഗോൾസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡെഫിനറ്റ്ലി അതിനൊരു ഡെഡ് ലൈൻ ഉണ്ടായിരിക്കണം, എന്നാൽ മാത്രമേ അതൊരു ഗോളാവുള്ളൂ. അപ്പോൾ ഡെഡ് ലൈൻ ഉണ്ടാവുക, അത് അച്ചീവ് ചെയ്യുക. അപ്പോൾ ഇത് വെറുതെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. പലപ്പോഴും നമ്മുടെ ഗോൾസായിരിക്കും, നമ്മളത് അച്ചീവ് ചെയ്യാതെ പോകുന്നത് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യാത്തതുകൊണ്ടാണ്. അതാണ് റൂട്ടീൻസ്. നമുക്ക് ഇപ്പോഴേ നമ്മളൊരു റൂട്ടീൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. നമ്മൾ രാവിലെ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു എത്ര റൂട്ടീൻ ഇല്ലാത്ത ആളാണെങ്കിലും അവർക്ക് രാവിലെ എഴുന്നേറ്റാൽ ഒരു സെറ്റ് ഓഫ് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. ഈ റൂട്ടീൻ നമ്മുടെ ഗോൾസുമായിട്ട് അലൈൻഡ് ആയിട്ടായിരിക്കുകയാണെന്ന് നമ്മൾ ഉറപ്പ് വരുത്തുക. അതായത് ഇപ്പോൾ വെയിറ്റ് ലോസ് ആണ് നമ്മുടെ ഗോൾ എന്നുണ്ടെങ്കിൽ നമ്മളുടെ ആക്ടിവിറ്റീസ് എല്ലാം അതിനോട് ബന്ധപ്പെട്ടിട്ടായിരിക്കണം. അതായത് എക്സസൈസ് മസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക, വെള്ളം കുടിക്കുന്നത്, അതുപോലെ ഫുഡ് കൺട്രോൾ ചെയ്യുന്നത്, ഷുഗർ കൺട്രോൾ ചെയ്യുന്നത്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ റുട്ടീൻസിൽ ഈ വെയിറ്റ് ലോസിന് അലൈൻഡ് ആയിട്ട് വരണം. അതുപോലെ ഓരോ ഗോളിനും. അപ്പം എപ്പോഴും ഗോൾസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ റുട്ടീൻസിലും ഒരു മാറ്റം വരുത്തുക. പുതിയ ഹാബിറ്റ്സ് തുടങ്ങാനാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഉള്ള ഹാബിറ്റ്സിനോട് ബന്ധപ്പെടുത്തിയിട്ട് പുതിയ ഹാബിറ്റ്സ് തുടങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക. അത് ഈ ഹാബിറ്റ് ഫോർമേഷൻ കൂടുതൽ എളുപ്പമാക്കും. അങ്ങനെ നമ്മൾ 4 പോയിൻ്റ് പറഞ്ഞു അല്ലേ. 2025 മുന്നേ നമുക്ക് ചെയ്ത് വെക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ 2025 അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പയ്യെ നമ്മളെ തന്നെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയുള്ള കാര്യം. അതിലേറ്റവും ലാസ്റ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ സ്പെൻഡ് ടൈം വിത്ത് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. അധികം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കാത്തൊരു കാര്യമാണ് തിരക്ക് പിടിച്ച ലൈഫൊക്കെ ആകുമ്പോൾ. അപ്പം പേർപ്പസ്ലി നമ്മൾ ഇപ്പം ഗെറ്റ് ടുഗെദേഴ്സൊക്കെ വരുമ്പോൾ നമ്മൾ ഒരിക്കലും അത് സ്കിപ്പ് ചെയ്യാതിരിക്കുക. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും വെറുതെ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ കൂടുതലും നമ്മൾ ഫോണിൽ നമ്മൾ സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുക. നേരിട്ട് കാണാൻ വേണ്ടി ഓരോരോ ഫാമിലി വിസിറ്റ്സൊക്കെ നടത്തുക, ട്രിപ്സ് പോവുക ഒരുമിച്ച്. അങ്ങനെ നമ്മൾ കൂടുതൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ടുള്ള മൊമെൻറ്റ്സ് നമ്മൾ കൂടുതൽ ഉണ്ടാക്കിയെടുക്കുക. അൾട്ടിമേറ്റ്ലി ആ ഒരു മൊമെൻറ്റ്സ് ഭയങ്കര നമ്മുടെ ലൈഫിനെ ചെറിഷ് ചെയ്യാൻ പറ്റുന്ന ടൈമായിരിക്കും നമ്മളിങ്ങനെ സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിനും കൂടിയിട്ട് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ 2025 സൂപ്പർ ആക്കാനുള്ള കുറേയധികം പോയിൻറ്റ്സ് ഉണ്ട്. അതിലൊരു 5 പോയിൻറ്റ്സാണ് ഞാനിന്ന് ഷെയർ ചെയ്തത്. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ ആയിരുന്നു, എൻ്റെ ഒരു റുട്ടീനായിരുന്നു ഞാൻ ഷെയർ ചെയ്തത്. ഒരു രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഷെയർ ചെയ്തത്. അതിൻ്റെ കൂടെ നമ്മളുടെ ഈ ഒരു ടോപ്പിക്കും കൂടി ഇൻക്ലൂഡ് ചെയ്തിരുന്നു. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ. അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരേക്കും ബൈ.